നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. HSCക്ക് വിമർശനം. ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങൾ ഉപയോഗിക്കാത്തതിൽ ഹെൽത്ത് സർവീസ് എക്സിക്യൂട്ടീവിന് വിമർശനം. വൈറ്റ് ഹൌസ് സന്ദർശിക്കാൻ ക്ഷണം. സെന്റ് പാട്രിക്സ് ദിനത്തിൽ വൈറ്റ് ഹൌസ് സന്ദർശിക്കാൻ ക്ഷണം ലഭിച്ചെന്ന് വ്യക്തമാക്കി പ്രധാനമന്ത്രി മീഹോൾ മാർട്ടിൻ. വൻ ലഹരിവേട്ട. ഡബ്ലിൻ വിമാനത്താവളത്തിൽ നിന്നും വൻ കഞ്ചാവ് ശേഖരം പിടിച്ചെടുത്ത റവന്യൂ വിഭാഗം. 100 കിലോ ഹെർബൽ കഞ്ചാവാണ് പിടിച്ചെടുത്തത്. അപേക്ഷകൾ സ്വീകരിക്കാൻ ആരംഭിച്ചു. റൈഡർ കപ്പ് മത്സരത്തിൽ വളണ്ടിയർ ആകുന്നതിനായുള്ള അപേക്ഷകൾ സ്വീകരിക്കാൻ ആരംഭിച്ചു. കൂടുതൽ ബേബി ഫോർമുല ഉൽപ്പന്നങ്ങൾ തിരിച്ചുവിളിച്ച് ഡാനോൺ. വിഷവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് നടപടി. അയർലൻഡിൽ മഴയ്ക്ക് ശമനമുണ്ടാകുമെങ്കിലും പ്രളയഭീതി ഒഴിയുന്നില്ല. നദികളിലെ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നതാണ് പ്രളയഭീഷണിക്ക് കാരണമാകുന്നത്. തുവ മദർ ആൻഡ് ബേബി ഹോമിൽ നിന്നും ശിശുക്കളുടെ കൂടുതൽ ശരീരഭാഗങ്ങൾ കണ്ടെടുത്തു. 22 സെറ്റ് അവശിഷ്ടങ്ങളാണ് കണ്ടെടുത്തത്. ഡ്രൈവിംഗ് ടെസ്റ്റ് ബുക്ക് ചെയ്യാൻ അംഗീകാരമില്ലാത്ത തേർഡ് പാർട്ടി ആപ്പുകൾ ഉപയോഗിച്ചവരുടെ ബുക്കിംഗുകൾ റോഡ് സേഫ്റ്റി അതോറിറ്റി റദ്ദാക്കും. കുരുവിള ജോർജ് അയ്യങ്കോവിൽ ദേശീയ ഉപാധ്യക്ഷൻ. ഐറിഷ് മലയാളി കുരുവിള ജോർജ് അയ്യങ്കോവിൽ യങ് ഫിൻ ഗെയിലിന്റെ ദേശീയ ഉപാധ്യക്ഷൻ. അയർലൻഡിലെ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാവായി പ്രധാനമന്ത്രി മീഹോൾ മാർട്ടിൻ. സർവേയിൽ 1ാം സ്ഥാനമാണ് അദ്ദേഹത്തിനുള്ളത്. 100 കണക്കിന് ടൺ ആണവ വസ്തുക്കൾ ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങൾക്ക് ചൈന തയ്യാറെടുക്കുകയാണെന്ന് യുഎസ് മുൻ പ്രസിഡന്റ് ബരാക് ഒബാമയെയും മിഷേൽ ഒബാമയെയും കുരങ്ങുകളായി ചിത്രീകരിക്കുന്ന വംശീയ വീഡിയോ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിൻവലിച്ചു. ഇന്ത്യ റഷ്യയുടെ പക്കൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമോ എന്ന ചോദ്യത്തിന് മറുപടി നൽകാതെ കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ അടുത്ത മേയറായി റിതു താവ്ഡെയെ ബിജെപി നാമനിർദ്ദേശം ചെയ്തു. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള UDFന്റെ ബന്ധം കേരളത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അടൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ക്രിസ്ത്യൻ പുരോഹിതർ പ്രവേശിച്ച സംഭവത്തിൽ നിയമലംഘനം നടന്നിട്ടില്ലെന്ന് ഹൈക്കോടതി. പാരിതോഷികം പ്രഖ്യാപിച്ച് BCCI. അണ്ടർ 19 ലോകകപ്പ് വിജയിച്ച ഇന്ത്യൻ ടീമിന് പാരിതോഷികം പ്രഖ്യാപിച്ച് BCCI. 7.50 കോടി രൂപയാണ് പാരിതോഷികം. കീഴടങ്ങി നെതർലൻഡ്സ്. 2026 T20 ലോകകപ്പിൽ പാകിസ്ഥാന് വിജയത്തുടക്കം. ആദ്യ മത്സരത്തിൽ 3 വിക്കറ്റിന് നെതർലൻഡ്സിനെ കീഴടക്കി. ചൂട് കൂടും. സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. വരും ദിവസങ്ങളിൽ ചൂട് കൂടും. മഴ മുന്നറിയിപ്പുകൾ അവസാനിച്ചു. അയർലൻഡിൽ ശക്തമായ മഴയുടെ സാഹചര്യത്തിൽ ഏർപ്പെടുത്തിയ മുന്നറിയിപ്പുകൾ അവസാനിച്ചു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.